ഇതിന്റെ ആകെ ചെലവായിട്ടുള്ള 2,17,40,000 രൂപയും കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടാണ്. ഒരു നയാ പൈസ പോലും പിണറായി വിജയന്റെ ഗവൺമെന്റിന്റേതില്ല, ആരോഗ്യ വകുപ്പിന്റേതില്ല കേരളത്തിന്റെ. ഇതിന്റെ ഉള്ളിലുള്ള ഒരു അടിസ്ഥാന സൗകര്യത്തിന് ഒരു ബെഞ്ചും ഡെസ്കും ഉണ്ടാക്കാൻ 1 രൂപ പോലും പിണറായിയുടെ ഗവൺമെന്റ് കൊടുത്തിട്ടില്ല. ഇവിടെയാണ് നിങ്ങൾ കാണേണ്ടത് 68,000 കോടി രൂപയുടെ ദേശീയപാത നിർമ്മാണത്തിൽ 23,000 കോടി രൂപ സ്ഥലമേറ്റെടുക്കാനുള്ളതിന്റെ 25% 5,750 കോടി രൂപ ഞങ്ങൾ കൊടുക്കുമെന്നും പറഞ്ഞ് 5,000 കോടി രൂപ മാത്രം കൊടുത്ത് ആ കേന്ദ്ര പദ്ധതിയെ അട്ടിമറിക്കുന്ന തരത്തിൽ സമാന്തര ഉദ്ഘാടനം നടത്തിയിട്ടുള്ള മുഹമ്മദ് റിയാസിനോടാണ് പറയുന്നത്, അന്തസ്സോടുകൂടി അഭിമാനത്തോടുകൂടി കൊടുത്ത 2,17,40,000 രൂപയും നരേന്ദ്രമോദി ഗവൺമെന്റിന്റേതാണ്. അതുകൊണ്ട് ഇത് ഞങ്ങൾ 100% ഉത്തരവാദിത്തത്തോടുകൂടി ഉദ്ഘാടനം ചെയ്യുകയാണ്. നിങ്ങൾ ചെയ്തത് കേരളത്തിന്റെ അപഹാസ്യപരമായിട്ടുള്ള നിലപാടാണ്. കാരണം കേവലം സ്ഥലമേറ്റെടുക്കാനുള്ള 23,000 കോടിയിൽ 5,750 കോടി 25% ഞങ്ങൾ തരുമെന്ന് പറഞ്ഞ് 5,000 കോടിയും കൊടുത്ത് ജനങ്ങളെ കബളിപ്പിച്ചിട്ടുള്ള നിങ്ങൾക്കെതിരെയുള്ള താക്കീതാണ്. സമാന്തര ഉദ്ഘാടനം മുഹമ്മദ് റിയാസിന്റെ കുത്തകയല്ല, സമാന്തര ഉദ്ഘാടനം അഹമ്മദ് ദേവർകോവിലിന്റെ കുത്തകയല്ല, സമാന്തര ഉദ്ഘാടനം തോട്ടത്തിൽ രവീന്ദ്രന്റെയും കുത്തകയല്ല. ആൺകുട്ടികൾ സമാന്തര ഉദ്ഘാടനം ചെയ്യാൻ അറിയാവുന്ന ആൺകുട്ടികൾ കേരളത്തിലുണ്ട്. അതിലെ ഇപ്പം എന്താണ് ഇത്തരത്തിൽ ഈ ഉദ്ഘാടനവുമായിട്ട് വരാനുള്ള ഒരു കാരണം എന്താ? നിങ്ങൾ കാണുന്ന ഈ ബിൽഡിംഗ് 2,17,40,000 രൂപ, ആ 2,17,40,000 രൂപ ഫണ്ടിന്റെ ഒരു പ്രോഗ്രാമാണ്. നാളെ ഉദ്ഘാടനം ചെയ്യുന്ന വെക്ടർ സെന്ററാണിത്. 100% ഫണ്ടും നരേന്ദ്രമോദി ഗവൺമെന്റ് NHM ഫണ്ടിലൂടെ കൊടുത്തത്. 1 രൂപ ഇതിന്റെ ഉള്ളിലുള്ള ഓരോരോ ഫർണിച്ചറിന് വേണ്ടി 1 രൂപ പോലും പിണറായി വിജയന്റെ ഗവൺമെന്റും കേരളത്തിന്റെ ആരോഗ്യ വകുപ്പും കൊടുത്തിട്ടില്ല. എന്നിട്ട് നാളെ ഇതിന്റെ ഉദ്ഘാടനം കേരളത്തിന്റെ ആരോഗ്യമന്ത്രി ഉദ്ഘാടനം, അതേപോലെ തന്നെ 2 MLA-മാർ മാറി മാറി 2 പരിപാടിക്ക് അധ്യക്ഷത വഹിക്കുന്നു. ഞങ്ങൾ ചോദിക്കുന്നു, എന്തേ ഇന്ന് ഹൈവേ റോഡ് ഷോ നടത്തിയിട്ടുള്ള മുഹമ്മദ് റിയാസിന്റെ സ്വന്തം ജില്ലയിൽ ആദ്യം ഇവിടെയുള്ള മന്ത്രിമാരെയും MLA-മാരെയും നിങ്ങൾ ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് അടിസ്ഥാനപരമായ കാര്യങ്ങളൊന്ന് പഠിപ്പിച്ചു കൊടുക്കണം. എന്തേ ഒരു കേന്ദ്രമന്ത്രിയെ കൊണ്ടുവന്നില്ല? 1 രൂപ നിങ്ങൾ ചെലവഴിക്കാതെ നിങ്ങളുടെ മന്ത്രിമാർ വന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ എന്തേ കേന്ദ്രമന്ത്രിയല്ലേ ഇത് ഉദ്ഘാടനം ചെയ്യേണ്ടത്? BJP-യുടെ MP-മാരുണ്ടല്ലോ, രാജ്യസഭാ MP-മാരുണ്ടല്ലോ, ഈ ജില്ലയിലുണ്ടല്ലോ, തൊട്ടടുത്ത ജില്ലയിലുണ്ടല്ലോ. ഒരാളെപ്പോലും ക്ഷണിക്കാതെ കേന്ദ്രത്തിന്റെ മുഴുവൻ ഫണ്ടും ഉപയോഗിച്ച് അങ്ങനെ നിങ്ങൾ ഉദ്ഘാടനം ചെയ്തോടെ ആർഭാടം നടത്തണ്ട. നിങ്ങൾ എല്ലാവരും ഇന്ന് കാണും, ഈ ജില്ലയിൽ നമ്മുടെ ഇന്നൊരു സമാന്തര ഉദ്ഘാടനം നടന്നു. 65,000 കോടി രൂപ NH-ന്റെ 66 നിർമ്മാണത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ചെലവഴിക്കുന്നതിനിടയിൽ നിങ്ങൾ ഭൂമി ഏറ്റെടുക്കുകയാണെങ്കിൽ അതിന്റെ 25% ഞങ്ങൾ തരുമെന്ന് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പറഞ്ഞത്. അങ്ങനെ 23,000 കോടി രൂപ ഭൂമി ഏറ്റെടുക്കാനുള്ളതിൽ അതിന്റെ 25% 5,750 കോടി രൂപ കൊടുക്കേണ്ടിടത്ത് കേവലം 5,000 കോടിയും കൊടുത്തിട്ട് ഇവിടെ വന്ന് റോഡിന്റെ പിതൃത്വവും ഇതിന്റെ മൊത്തം ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോ നിങ്ങളോട് ചോദിക്കുന്നത്, ഇത് നിങ്ങൾ മുഹമ്മദ് റിയാസ് ഇത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്, ഉത്തരവാദിത്വം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ആരോഗ്യമന്ത്രി വീണ ജോർജിനാണ്. കാരണം ഇത് കേന്ദ്രത്തിന്റെ ഫണ്ടാണ്, മുഴുവൻ കേന്ദ്രത്തിന്റെ ഫണ്ടാണ്. 1 രൂപ പോലും നിങ്ങളുടെ ഇതില്ല. അതുകൊണ്ട് സമാന്തര ഉദ്ഘാടനം മുഹമ്മദ് റിയാസിന്റെ കുത്തകയല്ല, സമാന്തര ഉദ്ഘാടനം എന്ന് പറയുന്നത് തോട്ടത്തിൽ രവീന്ദ്രന്റെ കുത്തകയല്ല,
സമാന്തര ഉദ്ഘാടനം അഹമ്മദ് ദേവർഗോവിന്റെ കുത്തകയല്ല. മുഴുവൻ പണം തന്നിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ മന്ത്രിമാരെ ക്ഷണിച്ചില്ലെങ്കിൽ, ഞങ്ങളുടെ MP-മാരെ ക്ഷണിക്കാതെ നിങ്ങൾക്ക് ഉദ്ഘാടനം ചെയ്യാമെങ്കിൽ ഞങ്ങൾക്കതിന് സമാന്തരമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്ന അതായത് പ്രതിഷേധ സൂചകമായിട്ടുള്ള സമാന്തര ഉദ്ഘാടനമാണ്. കാരണം 2,17,40,000 രൂപയും കേന്ദ്രത്തിന്റേതാണ്. അതുകൊണ്ട് ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഡിവൈഡറിന് ഒരു ചവിട്ടിക്ക് കൊടുത്തു. പപ്പടം പോലെ പൊടിഞ്ഞുപോയി. പപ്പടം പോലെ നിങ്ങൾക്ക് പരിശോധിക്കാം, അതിന്റെ ഉള്ളിൽ ഒന്നുമില്ല. അപ്പൊ ഇതാരാ ഇതുണ്ടാക്കി? ഇതാ ചില സ്ഥലങ്ങളിൽ 24 മീറ്റർ ഇല്ല. 24 മീറ്റർ റോഡായത്. എവിടെ എല്ലായിടത്തും 24 മീറ്റർ? എവിടെ എന്തുകൊണ്ട് ചില സ്ഥലത്ത് കുപ്പിക്കഴുത്തായി പോയി? ചില സ്ഥാപനങ്ങളും ചില ബിൽഡിങ്ങുകളും കാണുമ്പോൾ 24 മീറ്ററിന്റെ വീതി അങ്ങോട്ട് പോയി, ഡ്രെയിനേജ് ഇല്ല. സാധാരണഗതിയിൽ ഒരു റോഡിന്റെ ഉദ്ഘാടനം നടക്കുക ഏറ്റവും ചുരുങ്ങിയത് ഡ്രെയിനേജെങ്കിലും പൂർത്തിയാക്കിയിട്ടല്ലേ? ഈ തോട്ടത്തിൽ രവീന്ദ്രന്റെ MLA ഓഫീസിലേക്ക് കയറുന്ന ഡ്രെയിനേജ് പോലും പൂർത്തിയാക്കാത്ത ഞങ്ങൾ ഇത് ഉദ്ഘാടനം ചെയ്തു എന്ന് പറഞ്ഞാൽ അതങ്ങ് വെള്ളം കൂട്ടാതെ വിഴുങ്ങാൻ പ്രിയപ്പെട്ട MLA ഞങ്ങൾ തയ്യാറല്ല. വരും ദിവസങ്ങളിൽ ഈ പണിയും ഞങ്ങൾ തടയാനുള്ള കാരണം എന്താണെന്നറിയോ? ഒന്ന്, ചില സ്ഥലങ്ങളിൽ 24 മീറ്റർ ഇല്ല. 24 മീറ്റർ എടുപ്പിക്കും. ടെൻഡറിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എടുപ്പിക്കും. യോഗ്യതയില്ലാത്ത, അതായത് 34 കോടി രൂപയുടെ വാട്ടർ അതോറിറ്റി വർക്ക് മാത്രം ചെയ്ത ഒരു കോൺട്രാക്ടർക്ക് ഇത്രയും വലിയ തുകയുള്ള ഒരു ടെൻഡർ എങ്ങനെ ഏൽപ്പിച്ചു? നിങ്ങൾക്കറിയണ്ടേ? മാത്രമല്ല, നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. കഴിഞ്ഞ ദിവസം ടെൻഡർ ഇല്ലാതെ മലാപ്പറമ്പിൽ നിന്ന് വെള്ളിമാടേക്കുള്ള റോഡിന്റെ നിർമ്മാണത്തിന്റെ ഉത്തരവാദിത്തം കൂടി ഇദ്ദേഹത്തിന് കൊടുത്തു. ആ മാന്യ ദേഹമാണ് ഇപ്പോൾ നിർമ്മിച്ച റോഡ്. നിങ്ങളൊന്ന് പോയിട്ട് കാണണം. 2 മഴ പെയ്യുമ്പോ നിങ്ങളും ഞാനും ഒക്കെ തന്നെ. ഇപ്പൊ നിങ്ങൾ എന്താ BJP പറയുന്നത് ചോദിക്കും. 2 മഴ പെയ്താൽ ജനം തെരുവിലിറങ്ങും, റോഡിലിറങ്ങും, റിയാസിന്റെ ഓഫീസിലേക്ക് വരും. അന്ന് MLA അല്ലാത്ത തോട്ടത്തിൽ രവീന്ദ്രന്റെ വീട്ടിലേക്ക് ഞങ്ങൾ വരും. കാരണം കള്ളന് കഞ്ഞി വെച്ചുകൊടുത്തവരാണ് നിങ്ങൾ. ഒരു ഡിവൈഡർ പോലും ഇവിടെ സ്ഥാപിച്ചിട്ടില്ല. ഇവിടെ 24 മീറ്റർ വീതിയില്ല. ആരനുവാദം കൊടുത്ത്? ആരാണ് മേലെ നിന്ന് വിളിച്ചു പറഞ്ഞത്? പാവപ്പെട്ടവന്റെ അന്നം മുട്ടിക്കുന്ന തരത്തിൽ എല്ലാ ബിൽഡിങ്ങുകളും നിങ്ങൾ JCB വെച്ച് നിരത്തി. ചില നിങ്ങളുടെ താൽപര്യക്കാരുടെ കടയുടെ മുന്നിലെത്തുമ്പോ, സ്ഥാപനത്തിന്റെ മുന്നിലെത്തുമ്പോ 24 മീറ്റർ വീതിയില്ല. ഞങ്ങൾ നിയമപരമായിട്ടും പോകും. ഒരുപക്ഷെ ഞങ്ങൾക്ക് ഒരാഴ്ച മുമ്പ് കോടതിയിൽ പോയി ഇതിന്റെ ഉദ്ഘാടനം തടയാമായിരുന്നു. കാരണം ഡ്രെയിനേജിന്റെ പണിയില്ലാതെ ജനങ്ങളുടെ ജീവൻ അപകടകരമാവുന്ന വിധം ഒരു ഭാഗത്ത് റോഡിന്റെ സൈഡ് നിൽക്കുമ്പോ ഡിവൈഡറിന്റെ അപ്പുറവും ഇപ്പുറവും നിരപ്പ് പാലിക്കാതെ ഒരേ നിരപ്പിലല്ലാതെ നിങ്ങൾ സ്ഥാപിച്ചപ്പോ കോടതിയിൽ പോയി ഒരു ഉത്തരവ് വാങ്ങാൻ 1 മണിക്കൂറത്തെ പണിയേ ഞങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ. ഞങ്ങളത് ചെയ്യാത്തത് ജനങ്ങളുടെ മുന്നിൽ നിങ്ങൾ പറയും BJP വികസന വിരുദ്ധരാണെന്ന്. പക്ഷെ ഇനിയുള്ള ദിവസങ്ങൾ എണ്ണി ഞങ്ങൾ ഈ കോഴിക്കോട് നഗരത്തിൽ നിങ്ങൾ കാണിച്ച അഴിമതി, നിങ്ങൾ കാണിച്ച ക്രമക്കേടുകൾ, 76 കോടി രൂപ മുഹമ്മദ് റിയാസിന്റെ ബിനാമിയായ ഒരു യോഗ്യത പോലുമില്ലാത്ത 2024 മാത്രം രജിസ്റ്റർ ചെയ്ത ഒരു കറക്ക് കമ്പനിക്ക് കൊടുത്തത് ഞങ്ങൾ പൊതുജന മധ്യത്തിൽ ചർച്ച ചെയ്യും. ഇതൊക്കെ സൂചിപ്പിക്കാനാണ് ഞങ്ങൾ ഇങ്ങോട്ട് തോട്ടത്തിൽ രവീന്ദ്രന് സാധിച്ചിട്ടുണ്ടോ? എന്തിനാണ് അദ്ദേഹം ഈ നോർത്ത് അസംബ്ലിയുടെ വികസനത്തിന് ഒരു തടസ്സമായിട്ട് ഇപ്പോഴും നിൽക്കുന്നത്? ഞങ്ങൾക്കറിയില്ല. അദ്ദേഹത്തിന്റെ കയ്യിലിരിപ്പ് കാണണമെങ്കിൽ ഒരൊറ്റ ഉദാഹരണം മാത്രം നോക്കിയാൽ മതി. ഇന്നലെ കേരളം മുഴുവൻ കണ്ടു. മുഹമ്മദ് റിയാസിന്റെ കൂടെ റോഡ് ഷോയിൽ ചിരിച്ചുകൊണ്ട് ടൂത്ത് പേസ്റ്റിന്റെ നല്ല പരസ്യം പോലെ തോട്ടത്തിൽ രവീന്ദ്രൻ ഈ റോഡിലൂടെ കടന്നുപോയി. പ്രിയപ്പെട്ട MLA, സർവ്വ ബഹുമാനത്തോടുകൂടി അങ്ങോട്ടൊന്ന് ചോദിക്കട്ടെ, താങ്കൾക്ക് പ്രായമല്ലേ? ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന ഈ വഴിയെങ്കിലും ഒന്ന് ആ 76 കോടി രൂപ ഉപയോഗിച്ചൊന്ന് പൂർത്തീകരിച്ചിട്ട് പോരായിരുന്നോ താങ്കളുടെ റോഡ് ഷോ എന്ന അപഹാസ്യ നാടകം കോഴിക്കോട് കാണിക്കാൻ? എത്രയോ പദ്ധതികൾ ഞങ്ങൾ പറഞ്ഞു, കഴിഞ്ഞ തവണ പറഞ്ഞു. 1111 കോടിയുടെ കനോലി കനാൽ വികസനം. പിന്നീട് റിയാസ് വന്ന് പറഞ്ഞു 73 കോടിക്ക് കിഫ്ബിയുടെ ഫണ്ട് ലഭിച്ചു. ഞങ്ങളിതാ ഇതിലൂടെ വാട്ടർ കനാൽ സിസ്റ്റം നല്ല സിറ്റിയിലെ 1-ാം നമ്പർ ഒരു പാതയാക്കും, ചരക്ക് വണ്ടികൾ പോകും. എന്തൊക്കെയാ നിങ്ങൾ വിളമ്പിയത്? ഞങ്ങളിപ്പോ കനാലിന്റെ കരയിൽ നിന്നാണ് ഈ പ്രകടനം തുടങ്ങിയിട്ടുള്ളത്. കോഴിക്കോട് ജില്ലയിലെ കൊതുകുൽപാദന കേന്ദ്രമാക്കി മാറ്റി കനോലി കനാലിനെ മാറ്റി ഈ തോട്ടത്തിൽ രവീന്ദ്രനും കേരളത്തിന്റെ ഭരണകൂട സംഘവും. കേരളത്തിലെ ഏതെങ്കിലും ഒരു നഗരഹൃദയത്തിൽ നിങ്ങൾ പോയാൽ പാർക്കിംഗ് പ്ലാസ ഇല്ലാത്ത ഒരു നഗരം നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? എന്റെ പ്രസംഗം ശ്രമിക്കുന്നവരിൽ എല്ലാ പാർട്ടിക്കാരുമുണ്ട്.
നോക്കൂ, നിങ്ങൾ ഈ കോഴിക്കോട് നഗരത്തിൽ ഞായറാഴ്ച വൈകിട്ട് നിങ്ങൾ കുടുംബസമേതം ഒരു കാറിൽ വന്നാൽ ഞങ്ങൾ എവിടെയാണ് പാർക്ക് ചെയ്യേണ്ടത് എന്ന് തോട്ടത്തിൽ രവീന്ദ്രൻ MLA-യുടെ ഓഫീസിൽ ഒന്ന് പോയി ചോദിച്ചാൽ ഈ നഗരത്തിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണിക്കാൻ സാധിക്കുമോ? ഇത് ആരുടെയും ഔദാര്യമല്ല എന്ന് ബഹുമാനപ്പെട്ട MLA-യോട് ഞങ്ങൾ അറിയിക്കുകയാണ്. നഗരഹൃദയത്തിൽ ഒരു പാർക്കിംഗ് പ്ലാസ, മാന്യമായ വാഹനത്തിൽ സഞ്ചരിച്ചൊരു പാർക്കിംഗ് സൗകര്യം ലഭിക്കുക എന്നുള്ളത് ഓരോ ജനങ്ങളുടെയും അവകാശമാണ്. ആ ഭരണഘടനാപരമായ അവകാശം പോലും ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തിനാണ് MLA-യെ താങ്ങി നടക്കേണ്ട ആവശ്യകത? കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഒട്ടനവധി സമരമുഖങ്ങൾക്ക് വേദി തുറന്ന സ്ഥലമാണ്. ആ മെഡിക്കൽ കോളേജിൽ ഡോക്ടറില്ല, ആ മെഡിക്കൽ കോളേജിൽ സർജറി നടക്കുന്നില്ല. ആദരണീയനായിട്ടുള്ള പ്രധാനമന്ത്രി 195 കോടി രൂപ കൊടുത്ത് 500 ബെഡുള്ള 19 ഓപ്പറേഷൻ തിയേറ്ററുള്ള ICU വെന്റിലേറ്റർ ഘടിപ്പിച്ച ഒട്ടനവധി റൂമുള്ള ഒരു ബിൽഡിംഗ് കൊടുത്തു, PMSS5 ബ്ലോക്ക്. അതെന്റെ മണ്ഡലത്തിലാണ്. അവിടെയൊന്ന് ആ 500 ബെഡിനനുസരിച്ചുള്ള ഒരു സ്റ്റാഫിനെ നിയമിച്ചാൽ പാവപ്പെട്ടവൻ അവിടെ ചികിത്സ ഉറപ്പിക്കാമെന്ന് പോലും കേരളത്തിന്റെ നിയമസഭയിൽ എഴുന്നേറ്റ് നിന്ന് പറയാൻ സാധിക്കാത്ത നാണം കെട്ടിയ MLA-യാണ് നോർത്ത് അസംബ്ലിയിലെ MLA. ഇങ്ങനെ ഒട്ടനവധി വിഷയങ്ങൾ. ഇപ്പോ കഴിഞ്ഞ ദിവസം ഞങ്ങളിവിടെ കാട്ടുവേൽ കോളനിയിൽ പോയി. പ്രിയപ്പെട്ട MLA, വോട്ട് തേടി താങ്കൾ അവിടെ പോകുമല്ലോ. അവരും മനുഷ്യരാണ്. അവർക്കും ഇന്ത്യൻ ഭരണഘടന നൽകുന്ന മാന്യമായി ജീവിക്കാനുള്ള, മാലിന്യമുക്തമായ ഒരു ശ്വാസം ലഭിക്കാൻ, മലിനമില്ലാത്ത വായു ലഭിക്കാൻ അവർക്ക് അവകാശമില്ലേ? നഗരത്തിലെ മുഴുവൻ മാലിന്യങ്ങളും ബഹുമാനപ്പെട്ട MLA ആ കാട്ടുവയൽ കോളനിയിലുള്ള 300ഓളം കുടുംബങ്ങളുടെ ആ വീട്ടുപരിസരത്തേക്കല്ലേ നിങ്ങൾ തുറന്നുവിടുന്നത്? എന്ത് പരിഹാരമാണ് നിങ്ങൾ കണ്ടെത്തിയത്? ഇന്നലെ ഇതാ അവിടെ ശ്മശാനത്തിൽ ഇന്നലെ അങ്ങോട്ട് മൃതദേഹങ്ങൾ കയറ്റുന്നില്ല. എല്ലാം പ്രവർത്തനം നിലച്ചു. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയി ചോദിച്ചു. ഇവിടുത്തെ ജിഷ ശബരീഷിനെയും കൂട്ടി, കൌൺസിലറെയും കൂട്ടി ഞങ്ങൾ പോയി. അപ്പോൾ ഞങ്ങളോട് പറയാം, അത് ഇടയ്ക്കിടയ്ക്ക് പോകും. ഞങ്ങൾ ചോദിച്ചു, ഇതിന് നിങ്ങൾക്ക് ഒരു കൊല്ലത്തെ ഇതിന്റെ മെയിന്റനൻസ് അടക്കമല്ലേ കരാറ് കൊടുത്തത്? ഇതിനൊന്നും ചോദ്യമില്ല. ഇങ്ങനെ സ്വന്തക്കാർക്കും ബന്ധക്കാർക്കും ഇതെല്ലാം ഇങ്ങനെ കൊടുക്കുകയാ. ഈ റോഡിന്റെ കാര്യം ഇവിടെ പരാമർശിച്ചല്ലോ. ഞങ്ങൾ ഇന്നലെ വരെ സഹിച്ചിരുന്നത്, ക്ഷമിച്ചിരുന്നത് MGS-നെ പോലെയുള്ള നമ്മളെല്ലാവരും മനസ്സിൽ എക്കാലത്തും ബഹുമാനിച്ച അദ്ദേഹത്തിന്റെ ഒരു സ്വപ്നമായിരുന്നു ഇങ്ങനെ ഒരു റോഡ്. ആ ഉദ്ഘാടനത്തിനിടെ ഇതിനൊരു തുരങ്കം വെക്കണ്ട എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ തെരുവിലിറങ്ങാത്തത്. നിങ്ങളറിയോ, മുഹമ്മദ് റിയാസെ, MLA തോട്ടത്തിൽ രവീന്ദ്ര, ഞങ്ങളെ ചോദ്യം, നിങ്ങൾ ഇന്നലെ ഈ റോഡ് ഷോ കാണിച്ച റോഡുണ്ടല്ലോ, ആ റോഡുണ്ടാക്കിയ കരാറുകാരന്റെ യോഗ്യതകൾ എന്താണെന്ന് ഇനിയുള്ള ദിവസങ്ങളിൽ നോർത്ത് അസംബ്ലിയിലെ ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ വെക്കും. 5 കൊല്ലത്തെ എക്സ്പീരിയൻസ് വേണമെന്ന് കേരള പൊതുമരാമത്ത് വിജ്ഞാപനം ഇറക്കിയപ്പോ 1 കൊല്ലത്തെ എക്സ്പീരിയൻസ് പോലുമില്ലാതെ കേവലം 34 കോടി രൂപയുടെ വാട്ടർ അതോറിറ്റിയുടെ കരാറ് മാത്രം എടുത്ത മലപ്പുറത്തുകാരനായിട്ടുള്ളൊരു കോൺട്രാക്ട് PA മുഹമ്മദ് റിയാസിന്റെ ബിനാമിക്ക് ഈ ജോലി നിങ്ങൾ കൊടുത്തു. എന്നിട്ടിപ്പോ നിങ്ങൾ കാണുന്ന ഡിവൈഡർ, ഞങ്ങളെ ഇത് രാഷ്ട്രീയപരമായിട്ടൊന്നുമില്ല, ഇത് നമ്മുടെ നികുതി പണം കൊണ്ടുണ്ടാക്കിയതാണ്. ഉണ്ടാക്കിയ ഡിവൈഡർ നിങ്ങളൊന്ന് പോയി നോക്കിയട്ടെ. 2 മീറ്റർ ഡിവൈഡർ വേണം. എവിടെയെങ്കിലും ക്യൂറിംഗ് നടന്നിട്ടുണ്ടോ? എവിടെയെങ്കിലും 1 മണിക്കൂർ ആ ഡിവൈഡർ ഉണ്ടാക്കിയ ശേഷം അവിടെ നനച്ചുവെന്ന്